പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചാപ്പൽ സർവീസിലൊക്കെ ജോയിൻ ചെയ്യണം. കഴിഞ്ഞ ദിവസത്തെ ചാപ്പൽ സർവീസ് ഒക്കെ വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ അതിലും ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസ് ആണ്. അദ്ദേഹം ടുൾസയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലും വളരെ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് കയറുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഒക്കെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഹേമിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ, രാത്രികാലം ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വരുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ദൈവമേ ഈ ക്ലാസ്സിനെ സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. കർത്താവിന്റെ വചനം പഠിക്കാൻ ദൈവൊരുക്കിയ മുഖാന്തരങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ എല്ലാം ശക്തിയോടെ കർത്താവിന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനെ സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവെ, ദൈവിക അധികാരത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആവശ്യമായ ദൈവകൃപ പകർന്ന് അവിടുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾക്ക് തരുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തിരുവാനിടയാക്കണമേ. കർത്താവെ, തങ്ങളെ തന്നെ ശ്രദ്ധിക്കുവാനിടയാക്കാതെ വണ്ണം അത് ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പക്കൽ ജ്ഞാനവും വിവേകവും ഉണ്ടല്ലോ കർത്താവെ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവെ. അത് ഏറ്റവും ശ്രേഷ്ഠതരമാവണം ഞാൻ അത് ആഗ്രഹിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. കർത്താവിന്റെ കരങ്ങളിലേക്കും സമസ്തം സമർപ്പിക്കുകയാണ്. കൃപ കൂടിയിരിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു സിസ്റ്റർ മിനി ജോർജ്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയ ബ്രദർ ജോൺസൺ ഗാന്ധിനഗർ തൻ്റെ മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നുപോയി. താൻ തിരിച്ച് കടന്നു വന്ന് ഇന്ന് രാത്രിയിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായ ആശ്വാസവും ഞങ്ങളുടെ പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം വീണ്ടും സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ ഷാജി പാസ്റ്റർ, ലാലു പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, പഠനത്തിനായിട്ട് ഇന്ന് രാത്രി സമയം വേർതിരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കൂടി വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള അതിനെ ആധാരമാക്കി നമ്മൾ പഠിച്ചു വരുന്നു. രണ്ടാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് തീർത്തു. ഏകദേശം 10 ആഴ്ചകൾ എടുത്തു 2 അധ്യായങ്ങൾ പഠിപ്പിക്കുവാൻ. ഇന്ന് അതിൻ്റെ അവസാനത്തെ ഒരു സമ്മറി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം ഇത് നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു കാര്യമാണ്. യെരൂശലേം സഭ, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തായിരുന്നു, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിത രീതി എന്ന് മനസ്സിലാക്കി നമ്മളുടെ സഭകളിലും നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു കാര്യം നമ്മളുമായി തീരുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഈ കാര്യങ്ങൾ ചിന്തിച്ച് ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കാം. യെരൂശലേം സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ജീവിച്ച് പ്രാവർത്തികമാക്കി ജീവിച്ച ഒരു സഭയാണ് ഈ യെരൂശലേം സഭ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ പാപം മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, കൃപയാൽ വിശ്വാസത്തിൽ കൂടിയുള്ള
ഉള്ള രക്ഷ, ഈ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ എന്തുവാ സെക്ഷൽ ഇമ്മൊറാലിറ്റി, കബച്വസ്നസ്, ഈ കാര്യങ്ങളില്ലാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ജീവിച്ച ഒരു സഭയാണ് യെരുശലേം സഭ. രണ്ടാമത് അതിൻ്റെ വിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ അവർ കൂട്ടായ്മ ആചരിച്ചു. അവരുടെ വളരെ വിശ്വാസികളെ വളരെ ഒരുമിച്ച് സഹകരിച്ച് വന്ന ഒരു സഭയാണ് യെരുശലേം സഭ. അതോടുകൂടി തന്നെ കർത്താവിൻ്റെ തിരുവത്താഴം അവരുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അവരെ തിരുവത്താഴവും ഫെലോഷിപ്പും കൂട്ടായ്മയും ആചരിച്ച് വന്നിരുന്ന ഒരു ദൈവ വിഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് നോക്കുമ്പോൾ അവരുടെ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു യെരുശലേം സഭ. അതുകൊണ്ടാണ് കഷ്ടതകളുടെയും പെർസിക്യൂഷന്റെ എല്ലാം മധ്യത്തിലും അവരെ വിജയത്തോടെ മുമ്പോട്ട് പോകുവാൻ അവരെ സഹായിച്ച ഏറ്റവും വലിയൊരു വിഷയമാണ് ആ പ്രാർത്ഥനാ വിഷയം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവരുടെ വേറൊരു സ്വഭാവം, ഇത് സകലതും പൊതുവായി എണ്ണി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു അവർക്കുള്ള സ്വത്തുക്കളെല്ലാം പൊതുവാക്കത്തക്കവണ്ണം അവരുടെ ജീവിതത്തെ എന്താണ് ബാധിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്ന ഒരു കൂട്ടമായിരുന്നു ഈ യെരുശലേം സഭ. അതുകൊണ്ടാണ് വസ്തുക്കളും അതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നത്. സുവിശേഷത്തിന് വേണ്ടി സകലതും അവർ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സകലതും പൊതുവകയെന്ന് എണ്ണി. അതുകൂടാതെ ഓർക്കേണ്ട വേറൊരു വിഷയമുണ്ട്. ആറാമത്തെ വിഷയം, ഒരുമനപ്പെട്ട് ദിനം പ്രതി അവർ ദേവാലയത്തിൽ കൂടി വന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ആരെയും കുറ്റം പറയില്ല. ഞങ്ങളുടെ ഇവിടെ അമേരിക്കയിലെ ഞങ്ങളുടെ പല സഭകളും നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ വിശ്വാസികൾ വരുന്നത് ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ, ഞായറാഴ്ച ദിവസം മാത്രം. ബാക്കിയുള്ള ദിവസങ്ങളെ നമ്മുടെ വിശ്വാസികളെ പല രീതിയിൽ ആയിട്ട് അവരെ കൂടി വരാൻ സാധിക്കാത്ത അവസ്ഥയിൽ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ സഭയുടെ ഈ കാര്യം നമ്മൾ ഓർക്കണം. ദിനം പ്രതി അവർ ദേവാലയത്തിൽ കൂടുന്നു. ദിനം പ്രതി, വീട്ടിലല്ല, ദിനം പ്രതി ദേവാലയത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഈ കാലത്തെ നമ്മുടെ സഭയ്ക്ക് വളരെയധികം ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ദേവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുക. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അനേക സൂം മീറ്റിങ്ങുകളും ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് പലരും ചർച്ചിലേക്ക് വരാൻ, സഭയിലേക്ക് വരാൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഈ യെരുശലേം സഭയുടെ ഈ കമ്മിറ്റ്മെന്റ് നമ്മൾ ഓർത്ത് നോക്കണമേ. ദിനം പ്രതി എല്ലാ ദിവസവും തന്നെയല്ല, യഹൂദന്മാരായിരിക്കുന്ന ഈ ആദ്യ നൂറ്റാണ്ടിലെ ഈ യെരുശലേം സഭയിലെ മിക്കവാറും ആൾക്കാരെല്ലാം യഹൂദന്മാരായിരുന്നുകൊണ്ട് അവർ 3 പ്രാവശ്യം ഒരു ദിവസം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം ഒരു ദിവസം. അങ്ങനെ ദൈവത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തപ്പെട്ട ഒരു വിശ്വാസ ജീവിതമായിരുന്നു യെരുശലേം സഭയുടെ വിശ്വാസ ജീവിതം. അതോടുകൂടി തന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ് ഏഴാമതായിട്ട് എഴുതിക്കുന്ന, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ ഓരോ സഭകളിലും എല്ലാ ദിവസവും പുതിയ ജീവിതങ്ങളെ പുതിയ ജീവിതങ്ങളെ സഭയോട് ചേർക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രവർത്തിക്കണം. ആ ദിനം പ്രതി ദേവാലയത്തിൽ കൂടുവരികയും വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദിനം പ്രതി ആൾക്കാർ രക്ഷിക്കപ്പെട്ടിരുന്നു. ആ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അനേക ദുഃഖത്തോടെ പറയുകയാണ്, അനേക സഭകൾ ഈ ദിവസം ഓരോ സഭയിൽ നിന്ന് കുറച്ചു പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് പോയി സഭ വർദ്ധിപ്പിക്കുന്ന ആ ഒരു തീഷ്ണത നമ്മൾ മാറി, ഹല്ലേലൂയ, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നടത്തി അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സഭയോട് ചേർക്കണം. ഈ 7 വിഷയങ്ങൾ നമ്മുടെ സഭയുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രാദേശിക സഭയിൽ ഈ 7 കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണോ നമ്മൾ ഇപ്പോഴും ആചരിക്കുന്നത്? കൂട്ടായ്മ എങ്ങനെയുണ്ട്? നമ്മുടെ അപ്പം നുറുക്ക് എങ്ങനെയുണ്ട്? പ്രാർത്ഥന എങ്ങനെയുണ്ട്? പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നമ്മളത് ക്രമീകരിക്കുന്നത്? എത്ര പ്രാവശ്യം എങ്ങനെ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു? എത്ര പേര് ഓരോ ദിവസവും നമ്മുടെ സഭയോട് ചേർന്ന് വരുന്നു? ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പ്രാദേശിക സഭയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുവാൻ തക്കവണ്ണം ഞാൻ ഒരു പ്രാവചനിക
വിഷയമായിട്ട് പറയട്ടെ. ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരുന്ന ഒരു അനുഭവത്തിലേക്ക് സഭ വരുവാൻ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദിനം പ്രതി വന്ന് പ്രാർത്ഥിച്ച് ദിനം പ്രതി ദൈവ സുവിശേഷം പറയുന്ന ഒരു സഭ ആയിട്ട് നമ്മുടെ സഭകൾ മാറിയാൽ ഈ ദിവസങ്ങളിലായിട്ട് അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ കർത്താവിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ടാമത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് കിടക്കാം. ഈ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പ്രധാന വിഷയം ഒരു അത്ഭുത രോഗശാന്തി നടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. ആ വിഷയത്തോടനുബന്ധിച്ച് അപ്പോസ്തലനായ പത്രോസ് എങ്ങനെയാണ് ഈ അത്ഭുത രോഗശാന്തി നടന്നത് എന്ന് അതിനൊരു ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ മൂന്നാം അധ്യായത്തിൽ ഈ അത്ഭുത രോഗശാന്തി നടക്കുന്നതും ആ ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ബിൻസി മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് അതിനുശേഷമായിട്ട് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്തു ദൈവാലയത്തിലേക്ക് ചൊല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. അടുത്ത വായിച്ചാട്ട് 5 വായിച്ചാട്ട്. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നര്യാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. താങ്ക് യു സിസ്റ്റേഴ്സ്. പ്രൈസ് വായിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വിഷയം, ഇവിടെ ആദ്യകാല സഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെന്തക്കോസ് നാളിലെ അത്ഭുതം കഴിഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു അത്ഭുതമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ രേഖപ്പെടുത്തി ഇരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് Peter and John went up together to the temple at the hour of prayer, the 9th hour. 9th hour എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മണി, 3 PM. അപ്പോൾ ഓർത്ത് നോക്കണേ, ഇവര് പ്രാർത്ഥിക്കാൻ പോകുന്ന യഹൂദന്മാരുടെ ചിട്ട അനുസരിച്ച് രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും പിന്നെ വൈകുന്നേരം 3 മണിക്കും അത് കഴിഞ്ഞ് വീണ്ടും 6 മണിക്കുള്ള പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ അവർ ഓഫ് പ്രയർ. അങ്ങനെ 3 PM 9 മണി നേരത്ത് പത്രോസും യോഹന്നാനും കൂടി ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് സുന്ദരം എന്ന ഗോപുരത്തിങ്കൽ, പ്രൈസ് ദി ലോർഡ്, ആൻഡ് എ സർട്ടൻ lame man from his mother's womb, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരുവനെ അവിടെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറും. പ്രൈസ് ദി ലോർഡ്. അല്പസമയം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വ്യക്തി, ഈ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന വ്യക്തി ആദ്യമായിട്ടല്ല ആ വ്യക്തി അവിടെ കൊണ്ടുവരുന്നത്. അനേകം നാളുകളായിട്ട്, ഒരു പക്ഷെങ്കിൽ ഈവൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ദേവാലയത്തിൽ പോയപ്പോഴും അവൻ അവിടെ ഒരു പക്ഷേ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നാളുകളായിട്ട് അവിടെ ഇരുന്നു. പത്രോസും യോഹന്നാനും മറ്റുള്ള അപ്പോസ്തലന്മാരും ഇതിനു മുമ്പും അവിടെ പോയിട്ടുണ്ട്, അവനെ കണ്ടു. എന്നാൽ ആ ദിവസം ദൈവാത്മ ശക്തി ആ പത്രോസിന്റെയും യോഹന്നാന്റെയും മേൽ വരികയും ഈ അത്ഭുതത്തിന് അതൊരു കാരണമായി തീരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വിഷയം, രോഗികളായിരിക്കുന്ന ആരെങ്കിലും, നമ്മുടെ ഇടയിൽ അനേക പേരുണ്ട്, ആരെങ്കിലും ഒന്നുമില്ല, അനേകരുണ്ട്.
ഓർക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം. നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു യോഗത്തിന് പോയി ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് ആ രോഗം സൗഖ്യമായില്ല എങ്കിൽ അതിൽ നിരാശപ്പെട്ട് ഇനിയും പോകാതിരിക്കരുത്. ഈ മുടന്തനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അനേക നാളുകൾ അവൻ അവിടെ ഇരുന്ന് അനേക അപ്പോസ്തലന്മാരും വിശ്വാസികളും കടന്നുപോയ സ്ഥലത്ത് അവന് ഒരു വിടുതൽ കിട്ടാതിരുന്നപ്പോൾ ഈ ദിവസം ദൈവം അവന് വേണ്ടി ഒരു വിടുതൽ ഉണ്ടാക്കി. അതുകൊണ്ട് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദിവസം ഏതാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മുടെ ആശ വിട്ടുപോകാതെ എപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ നമ്മൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ഒന്നിന്റെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ഈ മനുഷ്യൻ ഇരുന്നെന്ന് എഴുതി വെച്ചിരുന്നത്? സുന്ദരം എന്ന ദേവാലയ ഗോപുരം, ദ ബ്യൂട്ടിഫുൾ ഗേറ്റ് വിച്ച് ഈസ് കോൾഡ് ബ്യൂട്ടിഫുൾ. അത് എന്താണ് ബ്യൂട്ടിഫുൾ, സുന്ദരമെന്ന് അതിന് പറയാൻ കാരണം നമുക്ക് ഈ ബൈബിളിൽ ഒന്നും നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ഗോപുരം, ഈ എൻട്രൻസ് അത് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കി വളരെ മനോഹരമായിരിക്കുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് അതിന് സുന്ദരം എന്ന് പേരിട്ടെന്ന് ഞാൻ ഒരു ഭാഗത്ത് വായിക്കാനിടയായി തീർന്നു. അതിനെ ആധികാരികമായിട്ട് വചനത്തിൽ നമുക്കൊന്നും പറയാനില്ല. ആ ഈസ്റ്റേൺ വോളിലുള്ള കിഴക്കേ ആ ഭിത്തിയിലുള്ള ഒരു എൻട്രൻസ് ആണ്. അത് മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് കൊണ്ട് മൈലുകൾക്ക് അപ്പുറം സൂര്യൻ ഉദിക്കുമ്പോൾ മൈലുകൾക്ക് അപ്പുറം നിന്ന് നോക്കി കാണാമാകുന്ന ഒരു നല്ലൊരു എൻട്രൻസ് ആണ്. അതുകൊണ്ടാണ് അതിന് സുന്ദരം എന്ന ദേവാലയ ഗോപുരം എന്ന് അവിടെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദിനം പ്രതി അവിടെ ഇരുത്തുന്നുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഞാൻ ആ ഗോപുരത്തെ കുറിച്ച് ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ അന്ന് ഇത് വരച്ച ഒരു ബോഡിക്കോള് ഒരു ഇമേജ് ആണ്. പ്രൈസ് ദി ലോർഡ്. A diagrammatic sketch of the temple mount. ഹേരോദാവ് പണിത, ഹേരോദ് ദ ഗ്രേറ്റ് പണിത രണ്ടാമത്തെ ദേവാലയം, സലോമോന്റെ ദേവാലയത്തിന് ശേഷം ഹേരോദാവ് പണിത ദേവാലയമാണ്. കർത്താവിന്റെ വരവിന്റെ സമയത്തും ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മാഗ്നിഫിസന്റ് ആയിട്ടുള്ള, വളരെ മനോഹരമായ വലിയൊരു ദേവാലയമായിട്ടാണ് ഹേരോദാവ് ഇത് പണിതത്. അതിലേക്ക് നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കിഴക്ക്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആം സോറി, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് മലയാളം ഫോർ ദാറ്റ്. ഈ ഈസ്റ്റ് ഇതാണ് അതിന്റെ ഈസ്റ്റ്. ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വടക്കും തെക്കും. പ്രൈസ് ദി ലോർഡ്. വടക്കും തെക്കും. അപ്പോൾ ഈസ്റ്റ് എൻട്രൻസിലാണ് ഈ ദേവാലയത്തിലേക്ക് പോകുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോന്ന് ചൂണ്ടിക്കാണിക്കാം. ഇതാണ് ഈസ്റ്റേൺ വോൾ. ഈ ശലോമോൻ പണിത ദേവാലയത്തിന്റെ ഈ ഈസ്റ്റേൺ വോളിലാണ് ഈ സുന്ദരമെന്ന് ആ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ എൻട്രൻസ് ആയിട്ടിരിക്കുന്നത്. ഈ കാണുന്ന ഈ പുസ്തകത്തിൽ തന്നെ, ഈ അധ്യായത്തിൽ തന്നെ വേറൊരു വിഷയമുണ്ട്, സോളമൻസ് പോർച്ച്. ഇതാണ് സോളമൻസ് പോർച്ച്. ഈ കാണിക്കുന്ന ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സോളമൻസ് പോർച്ച്. അതിങ്ങനെ കറങ്ങി വരുന്ന ഒരു പോർച്ചാണ്. ഇത് ഇവിടം വരെ ഉണ്ട്. ഇത് ഞാൻ ഒരിടത്ത് വായിച്ചപ്പോൾ ഏകദേശം 30,000 പേർക്ക് ഇരിക്കാവുന്ന അത്രമാത്രം വിശാലമായ ഒരു സ്ഥലമാണ് ഈ സോളമൻസ് പോർച്ച് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് അനേക കോളംസ് ഉണ്ട്. ഈ കോളംസ് കാണാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇവിടെയാണ് അനേക പ്രസംഗങ്ങളും പഠിപ്പീരുകളും നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സോളമൻസ് പോർച്ച്. അപ്പൊ ഈ സോളമൻസ് പോർച്ചിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ജാതികളുടെ കോർട്ട്. പ്രൈസ് ദി കോർട്ട് ഓഫ് ദ ജെന്റൈൽസ്. പുറജാതികളായിട്ടുള്ളവർക്ക് നമ്മൾ വായിക്കുമ്പോൾ കൊർന്നലിയോസിന്റെ പോലെ ഡിവൗട്ട് ജെന്റൈൽസ്, അങ്ങനെ അവർക്ക് ഈ ദേവാലയത്തിൽ കടക്കാൻ പറ്റത്തില്ല. ഇവിടം വരെ അവർക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദേവാലയത്തിന്റെ അടുത്ത ഭാഗമാണ് ഈ എൻട്രൻസ് കൂടി കടന്നു വരുമ്പോൾ ദിസ് ഈസ് ദ ഇന്നർ കോർട്ട്. ദിസ് ഈസ് ദ ഇന്നർ കോർട്ട്. ഇന്നർ കോർട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വരാനുള്ള സ്ഥലമാണ്. ഈ ഒരു സ്ഥലം വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് വരാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷമുള്ള എൻട്രൻസ്
പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശോളമന്റെ പോർച്ച്. ഇവിടെ ഇത് ഇനിയും എവിടാണ് ഈ ഈ പിന്നെ സുന്ദരം എന്ന ഇതാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഇത് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. മൂവ് ദിസ് എ ലിറ്റിൽ ബിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ്. Okay, I lost that. I'm not sharing it. Okay, there it is. Okay, ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഈ ഗോപുരത്തിൽ ഇവിടാണ് ഈ സുന്ദരം എന്ന ഗോപുരത്തിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെയാണ് കുരുടൻ മുടന്തൻ ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഇതിന് കാരണം ഇതാണ് ഈ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സോളമൻ്റെ പോർച്ചിലാണ്. സോളമൻ്റെ അവിടാണ്, ആ പോർച്ചിലാണ് ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നത് ഈ അനുഭവം, ഈ അത്ഭുതം കണ്ടപ്പോൾ. ഞാനിത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി എവിടാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമുക്ക് വീണ്ടും നമ്മൾ പഠിക്കുന്ന ഭാഗത്തേക്ക് പോകാം. അപ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരം എവിടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇനിയും വായിക്കുമ്പോൾ അപ്പോൾ ഇവരെ ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്ങൾ ഇരുന്ന ഈ മനുഷ്യനെ പത്രോസും യോഹന്നാനും കണ്ടപ്പോൾ ഭിക്ഷ യാചിക്കാൻ ഇരുന്നവനോട് ഞങ്ങളെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവന്നിട്ട് പത്രോസ് അവരോട് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവന് വലങ്കായ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ വലങ്കായ് കൊടുത്ത് എഴുന്നേറ്റപ്പോൾ അവൻ എഴുന്നേറ്റ് അവൻ്റെ നരമ്പുകൾക്കും നാഡികൾക്കും ബോൺസിനും അവൻ്റെ എല്ലാ മാംസപേശികൾക്കും ബലം വന്ന് അവൻ എഴുന്നേറ്റ് ചാടി തുള്ളി ദൈവത്തെ പുകഴ്ത്തി അവരോടുകൂടി അവൻ ദേവാലയത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ആ അത്ഭുതം നടന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെ നമുക്ക് പറയാം. ഈ വിഷയത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അത് യേശു ക്രിസ്തു ഇവിടെ താൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ താൻ സൗഖ്യമാക്കിയതുപോലെ തന്നെ ഇപ്പോൾ താൻ ജീവിച്ച് സ്വർഗത്തിലായിരിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ കൂടിയുള്ള ശക്തി വ്യാപരിപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കുവാനും പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാനും സഭയ്ക്ക് അവൻ്റെ നാമം നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ഒരു പവർ ഓഫ് അറ്റോണി, അതിൻ്റെ മലയാളം എന്താണെന്ന് പറയാൻ എനിക്ക് നല്ലോണം അറിയത്തില്ല. പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അധികാരം നമുക്ക് തന്നേക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ മക്കള് ഈ പൗലോസൊക്കെ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ട് അവരും അതിന് ശ്രമിച്ചു. അപ്പോൾ ഭൂതം അവരോട് പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, എന്നാൽ നീ ആരാണ്? അപ്പോൾ ഓർക്കേണ്ട ഒരു വിഷയം, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധമുള്ള ദൈവജനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവന് ബലം ലഭിച്ചു. ആ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അവൻ്റെ കാലിനും ഒക്കെയും ബലമുണ്ടായി, അവൻ്റെ മുഴങ്കാലിന് ബലമുണ്ടായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വിഷയം, യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതം, അത് പാസ്റ്ററായിരിക്കണമെന്നില്ല, അതിനേക്കാളും കൂടി ആൾക്കാരായിരിക്കണമെന്നില്ല. ഏത് വിശ്വാസിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്
അവൻ്റെ നാമത്തിൽ കൂടെയുള്ള അത്ഭുതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മർക്കോസിന് സുവിശേഷം, ദീസ് സൈൻസ് ഷാൽ ഫോളോ ദോസ് ഹു ബിലീവ് ഇൻ മൈ നെയിം they will cast out demons, in my name they will lay hands on the sick and they will recover. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ഇതൊരു പഠനമായിട്ട് മാത്രം പോകാതെ ഇന്ന് രാത്രി ഈ ദൈവശക്തി നമ്മൾ ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും രോഗശാന്തി വരുത്തുവാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കണമെന്ന് ഇന്ന് രാത്രി ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം, എൻ്റെ ആദ്യകാല ശുശ്രൂഷയിലെ ഒരു അനുഭവം നിങ്ങളുടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ വളരെ ചെറുപ്രായമാണ്. സെമിനാരിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല. എന്നാൽ ആകെ അറിയാമായിരുന്നത് ഈ ഒരു വിഷയം അറിയാമായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം ഒരു യോഗത്തിന് ശേഷം ഒരു സ്ത്രീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. അവൾക്ക് ആസ്മയുടെ അസുഖമായിട്ട് 12 വർഷമായിട്ട് വളരെ ഭാരത്താൽ കഴിയുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മേൽ ഭൂതം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഇതേവരെ ഭൂതത്തെ ഇറക്കി വിട്ട ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. എന്നാൽ അത് ഭൂതമാണെന്നുള്ള ആ വിവേചനം മനസ്സിൽ വന്നപ്പോൾ ഒരു ദൈവശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നെ മേൽ വലിയൊരു ശക്തി വ്യാപരിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ നീ പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ആ ഭൂതം അവളെ വിട്ടുപോവുകയും ആ പ്രിയപ്പെട്ടവളെ അന്നേരം തന്നെ സൗഖ്യമാകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവോ നമ്മുടെ പഠിപ്പോ നമ്മുടെ എക്സ്പീരിയൻസോ അല്ല, പിന്നെയോ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അത് സഭയ്ക്ക് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ തന്നിരിക്കുന്ന ദൈവസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയ ഒരു ഗിഫ്റ്റാണ് ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ഗിഫ്റ്റ്, ആ വരം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുന്ന അനേകരുടെ വിടുതലിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി അത് ഏറ്റെടുത്ത് ഇനിയും മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവ് ഒരു കൃപ തരട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ 11 മുതൽ 21 വാക്യങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ ബിന്ദു 11-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് 10-ാം വാക്യം 10ഉം 11ഉം വാക്യങ്ങൾ. ഇവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞു. അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. ശലോമന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. 12-ാമത്തെ വാക്യം വായിച്ചാൽ, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടുക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? മതി. താങ്ക് യു ബിന്ദു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. മതി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ ഈ അത്ഭുതം കണ്ടപ്പോൾ ജനമെല്ലാം ഇവിടെ വന്നെന്നാണ് പറഞ്ഞത്. അതിന്റെ 10-ാം വാക്യത്തിൽ, then they knew that it was he who sat begging alms at the beautiful gate of the temple, and they were filled with wonder and amazement at what happened. And 11-ാം വാക്യത്തിൽ, and now as the lame man who was healed held on to Peter and John, all the people ran together to them in the porch which is called Solomon's. സോളമന്റെ പോർച്ച് എന്ന് പറയുന്ന ആ പോർച്ചിൽ ഇവരെല്ലാവരും ഓടിക്കൂടി. അതാണ് ഞാൻ നിങ്ങളെ അല്പസമയം മുമ്പ് ഇവിടെ കാണിച്ചത്. എന്നൂടെ കാണിക്കാം. പ്രൈസ്. ഇവിടെ തന്നെ ഇതാണ് ഈ സോളമന്റെ പോർച്ച്. പ്രൈസ് ഗോഡ്. അപ്പം ഈ ദേവാലയത്തിലോട്ട് കയറാൻ ഇരുന്ന ആ കുരുടൻ, അവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി സോളമൻസ് പോർച്ച്, ഞാൻ പറഞ്ഞില്ല, ആയിരങ്ങൾക്ക് ഇരിക്കാവുന്ന പോർച്ചാണ്,
ഇവിടെ അവിടെ കൂടി വന്ന് ഇവര് വിസ്മയമുള്ളവരായും അത്ഭുതം കണ്ട് വളരെയധികം പരിഭ്രമിച്ചിരിക്കുമ്പോൾ എന്താണ് നോക്കുമ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിവരം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ നോക്കുന്നത്? ഇത് മറ്റൊന്നുമല്ല, നിങ്ങളെ ക്രൂശിച്ചവനായ യേശു ആണ് ഇതിന് കാരണം. യേശുവിന്റെ നാമത്തിൽ. അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, and his name, through faith in his name, has made this man strong, whom you see and know. Yes, the faith which comes through him has given him this perfect soundness in the presence of you all. ബിൻസി 15-ഉം 16-ഉം വാക്യങ്ങള്, അല്ല 16-ാമത്തെ വാക്യം മലയാളത്തിൽ വായിച്ച. അവന്റെ നാമത്തിന്റെ വിശ്വാസത്താൽ ഒന്ന് നിർത്തിക്കാം. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി വായിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് ഈ രോഗശാന്തിക്ക് കാരണമായതെന്ന് പറഞ്ഞത്? അവന്റെ നാമത്തിൽ ഉള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം. ഇതാണ് ആദ്യമേ നമ്മൾ പറഞ്ഞ വിഷയം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി, ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് പത്രോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആൻഡ് ഹിസ് നെയിം, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ത്രൂ ഫെയ്ത്ത് ഇൻ ഹിസ് നെയിം. യേശുവിന്റെ നാമം, അവന്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ട് ഇവന് has made this man strong. അതൊന്നുകൂടെ വായിച്ചാൽ, ഇനിയും വായിച്ചാൽ, നിർത്തി വായിച്ചാൽ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ കഴിവോ കൊണ്ടല്ല എന്ന് പത്രോസ് വളരെ ഫേമായിട്ട്, വളരെ കാര്യമായിട്ട് പറഞ്ഞു, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ആ ഒരു ഗ്ലോറിയും അതിൻ്റെ ഒരു അവർക്ക് വേണ്ട അതല്ല. അവർ യഥാർത്ഥമായിട്ട് എന്താണ് ഈ അത്ഭുതത്തിൻ്റെ മുമ്പിൽ നടന്ന കാര്യം എന്ന് പറയുമ്പോൾ പറയുകയാണ്, ഇത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ നാമം. അതാണ് അവർ പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈസ് അപ്പ് ആൻഡ് വാക്ക്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് ആ നാമത്തിലുള്ള വിശ്വാസം. ഹാലി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിന് ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം. പ്രൈസ് ഗാഡ്. അത് ഇന്ന് രാത്രി നമ്മളിൽ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ചാൽ അത്ഭുതം ലഭിക്കുമോ എന്നുള്ള ഒരു സംശയമില്ലാതെ അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ എത്ര പേര് അത്ഭുതം കാണുമെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അവൻ്റെ നാമത്തിൽ ശക്തിയുണ്ട്. അത് ഏൽപ്പിച്ചിരിക്കുന്ന സഭ നാമത്തിൻ്റെ ശക്തി വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച വാക്യമാണ് ഈ 16-ാം വാക്യം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ നിങ്ങളും കേട്ട വാക്യം വീണ്ടും വീണ്ടും വായിക്കുകയും അതിൽ കൂടി ആ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. And his name, through faith in his name, has made this man strong, whom you see and know. Faith in his name, faith in the name of Jesus. Praise the Lord. അപ്പം നമ്മൾ പഠിച്ചു വന്ന വിഷയം, ആദ്യത്തെ 10 വാക്യങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടന്ന അത്ഭുതം. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന വ്യക്തി എഴുന്നേറ്റ് തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അത് കേട്ട് എല്ലാവരും ജനം അവിടെ ഓടിക്കൂടി ശോളമന്റെ ആ പോർച്ചിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ അത്ഭുതം നടന്നതെന്ന് പത്രോസ് വളരെ കാര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയമാണ് നമ്മൾ കേട്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഭാഗം വീണ്ടും ചില കാര്യങ്ങൾ വിവരിച്ച് ഇവരോട് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ കേൾക്കുന്ന വ്യക്തികൾ ആരാണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ വചനം, ഈ പ്രഭാഷണം ആരെ ഉദ്ദേശിച്ചാണ്? ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഈ പ്രഭാഷണം, പത്രോസ് പറയുന്ന പ്രഭാഷണം ആരെ ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാണ്ട് ഒരു നിമിഷം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെ ഉദ്ദേശിച്ചാ പറയുന്നത്? കൂടിയിരിക്കുന്ന എല്ലാവരെയും.
കൂടിയിരിക്കുന്ന എല്ലാവരെയും കേൾക്കുക. കൂടിയിരിക്കുന്നവർ ആരാണ്? യഹൂദന്മാർ. കൂടെ വന്നിരിക്കുന്ന യഹൂദന്മാർ. ഓർത്തോണം, ഈ പറയുന്ന വിഷയം യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയും കൂടെയുള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ ഓർത്തോണം. നമുക്കിതിൽ നിന്ന് അനേക പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഈ മെസ്സേജ് അന്ന് അപ്പോസ്തലനായ പത്രോസ് സംസാരിക്കുന്നത് യഹൂദന്മാരോടാണ്. കാരണം ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വിഷയം അതാണ്. ഇനി അടുത്തതായിട്ട് 5 വായിച്ചാട്ട് പ്രൈസ് ദി ലോർഡ് അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സുമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. മതി, അവിടെ നിർത്തിയാൽ അല്പസമയം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ച ഭാഗങ്ങളിലെ പ്രധാന വിഷയങ്ങൾ അപ്പോസ്തലനായ പത്രോസ് ഈ നടന്ന അത്ഭുതത്തിന്റെ ആ ബേസിസിൽ അത് ഉപയോഗിച്ച് ഇവരോട് സുവിശേഷം പറയുകയാണ്. ആ സുവിശേഷം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു, ആ കഴിഞ്ഞ വാക്കുകളിൽ നമ്മൾ വായിച്ചു, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ലോകത്തിൽ വന്നെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാരെ അവനെ അറിയാത്തത് കൊണ്ട് അവൻ അവരെ ക്രൂശിച്ചു, അവൻ മരിച്ചു. അതിന്റെ ഭാഗമാണ് പറയുന്നത്. നിങ്ങളും അതുപോലെ 17-ാം വാക്യത്തിൽ, യെറ്റ് നൗ ബ്രദർ ഐ നോ ദാറ്റ് യു ഡിഡ് ഇറ്റ് ഇൻ ഇഗ്നോറൻസ്, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും ഇത് ചെയ്തു എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, എന്നാൽ ഇതൊന്നും അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല. പിന്നെയോ 18-ാം വാക്യം നോക്കുമ്പോൾ, ഇത് ദൈവം മുന്നമേ നിയമിച്ചിരുന്ന കാര്യങ്ങൾ അവരുടെ കരങ്ങൾ കൂടി നടന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അതാണ് ഇവന്റെ 19-ാം വാക്യം. റിപ്പന്റ് therefore and be converted that your sins may be blotted out. Praise the Lord. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. അതുപോലെ തന്നെ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, എല്ലാ കാര്യങ്ങളുടെയും പുനഃസ്ഥാപനത്തിന്റെ കാലം വരും. അതിന്റെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. whom heaven must receive until the times of restoration of all things which God has spoken by the mouth of all his holy prophets since the world began. Praise the Lord. അപ്പൊ യേശു ക്രിസ്തു മരിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം അവൻ മരിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ഇനിയും കർത്താവ് നിങ്ങൾക്ക് കൃപ തരും, വിശ്വസിക്കാനുള്ള കൃപ തരുമെന്ന് പറഞ്ഞതിന് ശേഷം പത്രോസ് പറയുകയാണ്, ഈ യേശു ഇപ്പോൾ അവൻ സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇനിയും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വരുന്ന സമയമാകുന്നത് പ്രവാചകൻ മൂലം ദൈവം പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അവൻ വീണ്ടും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വരുന്നത്. അതുവരെ സ്വർഗം അവനെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതുവരെ ഹി വിൽ ബി ഇൻ ഹെവൻ. അതൊന്നുകൂടെ 21-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാണ്. 21 മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്നാണ് ഈ ഇസ്രായേൽ എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലോർഡ് വെൻ വുഡ് യു റിസ്റ്റോർ ദ കിങ്ഡം ടു ഇസ്രായേൽ? എന്നാണ് രാജ്യം ഈ ഇസ്രായേലിനെ നീ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചതിന് മറുപടി അന്ന് താൻ പറഞ്ഞത്, നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല,
നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പത്രോസിന് മനസ്സിലായി എപ്പോഴാണ് ആ യഥാസ്ഥാനം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് നടക്കുന്നത് എപ്പോഴാണെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പ്രവാചകന്മാരിൽ കൂടി ദൈവം പറഞ്ഞ എല്ലാ പ്രാമിസുകളും എല്ലാ തിരുവെഴുത്തുകളും അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആ യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ക്രിസ്തു തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞ് അവരെ പത്രോസ് ഉത്ബോധിപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ വിട്ടുപിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഈ യേശുവിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനമായിട്ട് ഇത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പറഞ്ഞതിൻ്റെ എല്ലാം സംഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തുകളും പ്രകാരം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അവൻ മടങ്ങി വരും. ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങളെ ഇനി അതിന്റെ അടുത്ത ഭാഗം കൂടെ ഞാൻ അതിന് ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അനുഗ്രഹം എന്താണെന്നും അടുത്ത സ്ലൈഡിൽ കാണുമ്പോൾ പറയാം. മറ്റൊന്നുമല്ല, ആ അനുഗ്രഹം പറഞ്ഞ അനുഗ്രഹം മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് വരിക. ഇതാണ് തൻ്റെ ആ പ്രഭാഷണത്തിന്റെ ഒരു ചുരുക്കം, സംഗ്രഹം ഞാനിവിടെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് അവിടെ നടന്ന അത്ഭുതം? യേശുവിന്റെ നാമത്തിൽ നടന്ന അത്ഭുതം, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ട് നടന്ന അത്ഭുതം. അത് ഉപയോഗിച്ച്, ഈ അത്ഭുതങ്ങളെ ഉപയോഗിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കേൾവിക്കാരായ പ്രധാനമായിട്ടുള്ള യഹൂദന്മാർ, എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ അവിടെ യഹൂദന്മാർ മാത്രമായിരിക്കത്തില്ല, ശലോമോന്റെ മണ്ഡപമായിരുന്നുകൊണ്ട് അവിടെ യഹൂദന്മാരല്ലാത്തവരുണ്ട്. കാരണം ജാതികളുടെ കോർട്ട്, പ്രൈസ് ദി ലോർഡ്, അതിനടുത്താണ്. അതിനു മുമ്പാണ് ശലോമോന്റെ മണ്ഡപം. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ യഹൂദന്മാരല്ലാത്ത ആൾക്കാരും ഇത് കേട്ട് കാണുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോടെല്ലാം തനിക്കുള്ള വാക്യം ഇതാണ്: നിങ്ങൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുകൊണ്ട് ഇനി അതോർത്ത് ഭയപ്പെടേണ്ട, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ചെയ്തു. ആകയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ്: യേശു മരിച്ചു, ദൈവം അവനെ ഉയർപ്പിച്ചു, അവൻ ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിനും അത്രയും കാലം അവൻ സ്വർഗത്തിലായിരിക്കും. അതിനുശേഷമായിട്ട് അവൻ വീണ്ടും വരും. എന്നാൽ ഇപ്പോൾ അവൻ വന്ന അനുഗ്രഹം നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ രക്ഷ പ്രാപിക്കും എന്നാണ് തൻ്റെ ആ പകൽക്കാലത്തെ സുവിശേഷം, തൻ്റെ ആ പ്രഭാഷണത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇന്ന് രാത്രി പഠിക്കാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. പശ്ചാത്തപിക്കാനുള്ള ഒരു ആഹ്വാനം, അതാണ്. ആകയാൽ മാനസാന്തരപ്പെടുക, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ, പ്രൈസ് ദി ലോർഡ്, വിട്ട് മാറുക. ഇത് ഇസ്രായേലിന് മാത്രം, യഹൂദന്മാർക്ക് മാത്രം പ്രായോഗികമായ ഒരു വിഷയമല്ല, നമുക്കും ഒരു വിഷയമാണ് ഇത്, മാനസാന്തരം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 7 സഭകൾക്ക് ആ ദൂത്, കർത്താവ് പറഞ്ഞ ദൂത് എഴുതുമ്പോൾ അതിൽ പ്രധാനമായ ഒരു വിഷയമാണ് റിപ്പന്റ് ആൻഡ് ഹിയർ വാട്ട് ദ സ്പിരിറ്റ് സേസ് ടു ദ ചർച്ച്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആത്മാവ് സഭയോട് പറയുന്നത് കേൾക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ 7 സഭകളോടുള്ള ദൂത് വായിക്കുമ്പോൾ വളരെയധികം മുഴങ്ങി നിൽക്കുന്ന ഒരു വാക്കാണ് മാനസാന്തരപ്പെടുക. ഇന്ന് നമ്മളുടെ സഭകൾക്കും നമ്മൾക്കും യഹൂദന്മാർക്ക് ആവശ്യമായിരിക്കുന്ന പോലെ തന്നെ ഈ ആഹ്വാനം യഹൂദനോടാണ്, ഇന്നത്തെ യഹൂദനോടാണ്, അന്നത്തെ യഹൂദനോടാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾക്കുമുള്ള ഒരു ആഹ്വാനമാണ് മാനസാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കാത്ത എല്ലാം വെട്ടി ചുട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന
പ്രിയ സഹോദര സഹോദരി, എൻ്റെയും നിന്റെയും ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ഇന്ന് രാത്രി നമ്മൾ യഥാസ്ഥാനപ്പെടുവാൻ ദൈവസന്നിധിയിൽ വന്നാൽ ആശ്വാസത്തിൻ്റെ കാലങ്ങൾ വീണ്ടും ഉണ്ട് എന്ന് യഹൂദനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളോടും പറയുന്ന ഒരു പ്രോമിസാണ്. തിരിച്ചു വന്നാൽ ഹല്ലേലൂയ, ആശ്വാസത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ കർത്താവ് നീട്ടും. അതുപോലെ തന്നെ അനേകരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ഹല്ലേലൂയ നമ്മളെ ഈ സുവിശേഷവുമായിട്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, യേശു ഉയർത്തെഴുന്നേറ്റു, അവന് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം എഴുതുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, എന്താണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് വേണ്ടി എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവൻ അവിടെ എഴുതിയിരിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റു. ഈ മനുഷ്യൻ ഈ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഈ മനുഷ്യൻ, അവന്റെ ആ മുടന്ത് മാറി അവൻ സൗഖ്യമായത് ഉയർത്തവനായ യേശു അവൻ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമാക്കിയതുപോലെ തന്നെ ഇപ്പോൾ ഉയർത്തവനായ യേശു അവനെ സൗഖ്യമാക്കി. ആകയാൽ യേശു ജീവിക്കുന്നു. Praise the Lord. He is risen and he is the right hand of God എന്നുള്ള ആ ശക്തിയായ സുവിശേഷം അവരോടും നമ്മോടും ഇന്ന് ദൈവം ഇന്ന് അപ്പോസ്തലൻ അറിയിക്കുകയാണ്. ഈ ലൂക്കോസ് ഇതിൽ കൂടി, ഈ ആക്ട് ഓഫ് അപ്പോസ്തലൻ കൂടി നമ്മളും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ജീവിച്ചപ്പോൾ, ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രൈസ് ദി ലോർഡ് അവൻ ഇന്നും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. അത് ഈ മുടന്തന്റെ ജീവിതത്തിൽ കൂടി അവന്റെ മുടന്ത് മാറ്റത്തിൽ കൂടി, അത്ഭുതത്തിൽ കൂടി നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തില്ല, അത് തീർന്നു പോയി എന്ന് പഠിപ്പിക്കുന്ന അനേകർ ഇപ്പോഴും ഉണ്ട്. അവരെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്, അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, കർത്താവ് ജീവിക്കുന്നു. ആകയാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമതായിട്ട്, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുമ്പോഴാണ് കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവ് നമുക്ക് അറിയാം, കർത്താവിന്റെ പരസ്യ ഗമനം, ഹല്ലേലൂയ, ഹിസ് പബ്ലിക് അപ്പിയറൻസ്, ഗ്ലോറിയസ് അപ്പിയറൻസ് നമ്മൾ പറയുന്ന അവന്റെ രണ്ടാമത്തെ വരവ് ട്രിബുലേഷന്റെ അവസാനമാണ്. 7 വർഷത്തെ ട്രിബുലേഷന്റെ അവസാനമാണ്. അതിന് മുമ്പായിട്ട് സഭ എടുക്കപ്പെടും. 7 വർഷം യഹൂദൻ വളരെയധികം കഷ്ടതയിൽ കൂടെ പോകും. ഞരങ്ങി ദൈവത്തോട് വിളിക്കും. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ദൈവത്തിന് വിളിക്കുമ്പോൾ ദൈവം യേശു ക്രിസ്തുവിനെ വീണ്ടും അയച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ അത് നടക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ഹല്ലേലൂയ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലൊരു വിഷയം സഭയ്ക്ക് അതിനുള്ള ബന്ധമായിരിക്കുന്ന ഒരു വിഷയമാണ് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അത് 5 വായിച്ചിട്ട്, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. മതി സിസ്, താങ്ക് യു. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ തിരുവെഴുത്തുകളുടെ പൂർത്തീകരണത്തിന് സഭ എങ്ങനെ അതിന് ബാധ്യപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വാക്യം ഞാൻ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ പൂർണ്ണസംഖ്യ, partial blindness has come upon Israel until the fullness of the Gentiles has come into the kingdom.
അതാണ് സഭയുടെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടി കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ വരുവോളം ഇസ്രായേലിന്റെ രക്ഷ വരുന്നത് വരെ ഇസ്രായേലിന്റെ രക്ഷ. ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട്, ഇസ്രായേൽ ഇപ്പോഴും ആദ്യകാലം മുതലേ അനേക യൂതന്മാർ വിശ്വാസി വരുന്നുണ്ട്. എന്നാൽ ഇസ്രായേല് ഒരു രാഷ്ട്രമായിട്ട് ദൈവത്തിലേക്ക് വരുന്നത് അതിന് മുമ്പായിട്ട് ജാതികളുടെ പൂർണ്ണ സംഖ്യ രാജ്യത്തിലേക്ക് വരണം, ക്രിസ്തുവിലേക്ക് വരണം. അതിന്റെ ദൗത്യം ഇന്ന് സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയെ you go and be my witness, you be my witness in Jerusalem, Judea, Samaria and even to the ends of the world. നിങ്ങൾ യെരുശലേമിലും യഹൂദിയാലും സമറിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ജാതികൾ, ഹല്ലേലൂയ, ജാതികളായിരിക്കുന്നവര് സഭയിലേക്ക് വരണം. അവരുടെ നമ്പർ, ആ സഭ, ആ വന്നിരിക്കുന്ന ആ ജാതികളുടെ സംഖ്യ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ സംഖ്യ എന്താണെന്ന്. ആ സംഖ്യ പൂർത്തിയാകുമ്പോൾ സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരും. അവൻ യാക്കോബിൽ നിന്ന് അവന്റെ അവിശ്വാസത മാറ്റി അവരൊരു രാജ്യമായിട്ട് രക്ഷിക്കപ്പെടും. ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ച ഈ വിഷയത്തിൽ കൂടി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്തവ്യം. പ്രൈസ് ദി ലോർഡ്. സഭ വളരെയധികം ശുഷ്കതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. കാരണം അങ്ങനെ കൊണ്ടുവന്നതിന്റെ അവസാനമാണ് സഭ എടുക്കപ്പെടുകയും മഹോദ്രവകാലം വരികയും അതിനുശേഷമായിട്ട് ഇസ്രായേലിന്റെ രക്ഷ, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നടക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇതിന്റെ ഏറ്റവും കാതലായ വിഷയം പറഞ്ഞുകൊണ്ട് ഇന്ന് പൽക്കാലത്തെ നമ്മുടെ പഠനം ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ലൂക്കോസ് ഈ 3-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം എഴുതുമ്പോൾ തൻ്റെ മനസ്സിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പ്രധാനമുള്ള വിഷയങ്ങൾ 2-3 വിഷയങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്തീയ സഭയുടെ കാതലായ വിശ്വാസമാണ് യേശു ക്രിസ്തു. പൗലോസ് പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളെ കള്ളപ്രവാചകന്മാരാണ്. എഴുന്നേൽക്കാത്ത ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് കള്ളപ്രവാചകമാകും, ഞങ്ങൾ വെറുതെ പറഞ്ഞാൽ വരും. അതുകൊണ്ട് ഏറ്റവും കാതലായ വിഷയം, ക്രിസ്തീയ സഭയുടെ കാതലായ വിഷയമാണ് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനായിട്ടിരിക്കുന്ന യേശു, ആ മാറാത്തവനായിട്ടിരിക്കുന്ന യേശു ആണ് അന്ന് ചെയ്ത അത്ഭുതം പോലെ ഇന്നും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ മുടന്തൻ സൗഖ്യമായി എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേഷന്റെ ഒരു ഭാഗമാണ്. അവന് ആ പുനഃസ്ഥാപനത്തിന്റെ ഒരു ഭാഗം. അവൻ ബലമില്ലാതിരുന്നവൻ, അവന്റെ അവയവങ്ങൾ മരിച്ചിരുന്ന അവസ്ഥകളിൽ നിന്ന് അവന് ബലം കൊടുത്ത് മരിച്ച ആ അവയവങ്ങളെ വീണ്ടും പുനർജീവിപ്പിച്ചത് യേശുവിന്റെ ശക്തിയാണെന്ന് താൻ വളരെ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് കാണിക്കുന്നതിന്റെ വേറൊരു അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇൻ ക്രൈസ്റ്റ് all of us, everyone who believes will have the resurrection. Hallelujah. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ഉണ്ട്. അത് കാലിലെ മുടന്ത് മാറ്റുകയല്ല, കണ്ണിന്റെ കാഴ്ച മാറ്റുകയല്ല, കുരുടരുടെ കണ്ണുകൾ തുറക്കുക മാത്രമല്ല, ചെകിടർ കേൾക്കുക മാത്രമല്ല, ഊമര് സംസാരിക്കുക മാത്രമല്ല. എ ടോട്ടൽ റെസ്റ്റോറേഷൻ ഈസ് വാട്ട് റെസറക്ഷൻ ഈസ് മീൻസ്. പുനരുത്ഥാനം എന്ന് പറയുന്നതാണ് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. അതാണ് ഈ ലൂക്കോസിന് ഈ 3-ാം അധ്യായത്തിൽ കൂടി നമ്മളോട് സംസാരിക്കാനുള്ളത്. യേശു ക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൽ നിങ്ങൾക്ക് മരിച്ചുവരിനുള്ള പുനരുത്ഥാനമുണ്ട്. യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് there is resurrection of the dead, and that is the ultimate restoration. Hallelujah. കർത്താവ് ആദാമിനെയും ഹവ്വായെയും അവൻ സൃഷ്ടിച്ചപ്പോൾ, ഹല്ലേലൂയ, അവനോട് ദൈവത്തോടുകൂടി
ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിൽ, കഷ്ടതയില്ലാത്ത ഒരു രാജ്യത്തില്, കണ്ണീരില്ലാത്ത ഒരു രാജ്യത്തില്, വേദനയില്ലാത്ത ഒരു രാജ്യത്തില്, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തില്, സന്തോഷങ്ങളുടെ പർദീസായില് ദൈവവുമായിട്ട് കോടാനുകോടി യുഗങ്ങൾ വാഴുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ആ പദ്ധതി, ഹല്ലേലൂയ, അതാണ് റെസ്റ്റോറേഷൻ. ആൻഡ് ഇൻ ക്രൈസ്റ്റ്, ഇൻ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആ ഉയർപ്പിൽ നമുക്കും ആ റെസ്റ്റോറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതാ വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി നമുക്കും ഒരു ഉയർപ്പുണ്ട്, നമുക്കും ഒരു സ്വർഗീയ അനുഭവമുണ്ട്. ക്രിസ്തുവിനോടുകൂടി ആ മരിക്കാത്ത ആ രാജ്യത്തിൽ, കഷ്ടതയില്ലാത്ത രാജ്യത്തിൽ, ദുഃഖമില്ലാത്ത രാജ്യത്തിൽ ഞാനും നീയും കോടാനുകോടി യുഗങ്ങൾ കർത്താവിനോട് വാഴുമെന്നുള്ള ആ പ്രത്യാശയാണ് ഈ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ ഈ അത്ഭുതങ്ങൾ കൂടി ലൂക്കോസ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് മുമ്പോട്ട് ഇറങ്ങാം. അതാണ് അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഒരു പ്രധാന ലക്ഷ്യം. നിങ്ങളെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളെ ധൈര്യപ്പെടുത്തുക, നിങ്ങളെ ബലപ്പെടുത്തുക, നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സഹായം ചെയ്തു തന്ന് സുവിശേഷം പറയുക. So that the number of Gentiles, the fullness of Gentiles will come into the kingdom of God, and preparing for the coming of the Lord to restore all of us through resurrection. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇതാ നമുക്ക് സുവിശേഷം കൊണ്ട് ലോകം നിറയ്ക്കാം, ആയിരങ്ങളെ കോടികളെ കർത്താവിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് ഈ അഗാപ്പയിലെ ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞുകൊണ്ട് വേഗം കർത്താവിന് വേണ്ടി വഴിയൊരുക്കാമെന്നുള്ള ആ പ്രത്യാശയോടും ആ കമ്മിറ്റ്മെന്റോടും നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ പഠനം അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തിരക്കുകൾക്കൊക്കെ ഇടയിൽ വളരെ ശക്തമായി പ്രിപ്പയർ ചെയ്ത് ഇപ്രകാരം ക്ലാസ് എടുക്കുവാൻ കാണിക്കുന്ന നല്ല സന്മനസ്സിന് ദൈവം അധികം പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ഈ കേട്ട ക്ലാസ്, ഈ വചനം നമുക്ക് ഏവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ നമ്മളെയൊക്കെ ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. അതിന്റെ ഭാവവാക്കളായി കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ശിഷ്ടായുസ് പോകുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഇപ്പോൾ കർത്താവിന്റെ ബ്രദർ അജു തോമസ് ഫിലദൽഫിയയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ മോൻ പ്രാർത്ഥിച്ചാട്ട്. അതിനുശേഷം ഷാജി ഡാനിയൽ പാസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു. അജു തോമസ് പ്രാർത്ഥിച്ചാട്ട് പ്ലീസ്. അജു തോമസ് കേൾക്കുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. മറിയപ്പള്ളി പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ ദൈവവചന പഠനത്തിലൂടെ കർത്താവെ അനുഗ്രഹപ്പെട്ടതായ ദൈവിക സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കേൾക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് പ്രകാരം ഒരു സാവകാശം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ കർത്താവെ ആ ദൈവീയ ശക്തി ദൈവമേ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനേകിടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ വിടുതൽ കർത്താവെ നൽകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവസങ്ങൾ കർത്താവെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ആ പുനരുദ്ധാനത്തിന് കർത്താവെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമത്തിൽ കർത്താവെ ദേശങ്ങളിൽ കടന്നുപോയി അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. നിങ്ങളുടെ അഭിഷിക്തനെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവെ ഡോക്ടർ സാറിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഏൽപ്പിക്കുന്നു. കർത്താവെ ശുശ്രൂഷകളെല്ലാം ദൈവം അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രമേ. കർത്താവെ ബൈബിൾ കോളേജിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശിഷ്യ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ലാലു
ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ സ്തോത്രം പിന്നെ പ്രവർത്തിക്കുന്ന ദീനായും കർത്താവേ സ്തോത്രം മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിലും കർത്താവെ അനേക രീതിയിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. എല്ലാവരെയും ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമം മാത്രം ഒത്തുകൊടുക്കാൻ സഹായിക്കണം. ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. 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 പിതാവായ ദൈവം ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടേവരോടും ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനോടും ഈ ബൈബിൾ കോളേജിനോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. നാളെ വൈകിട്ട് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.